മെയ് 14 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് ഫുഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. കാര്യമായിട്ടുള്ള ഫുഡ് ഇൻഫ്ലേഷനിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുകയാണ് ചെയ്തത്. കാര്യമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളൊരു ഡാറ്റയാണ് കാണിക്കുന്നതായിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഏപ്രിൽ 2023 റീറ്റെയിൽ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 4.83%, അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4.83% വന്നിട്ടുണ്ട് എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മൾ ഓവറോൾ ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആയിട്ട് നമ്മുടെ രാജ്യത്ത് മെഷർ ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു ഓവറോൾ ഇൻഫ്ലേഷൻ 4.83% മാത്രമാണ് വന്നിട്ടുള്ളത്. മാർച്ചിൽ 4.85%, അതായത് ഇൻഫ്ലേഷനിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് വന്നിട്ടില്ല. അതേസമയത്ത് ഇതിൽ ഫുഡ് ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ, ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം നോക്കുമ്പോൾ അത് 4 മാസത്തെ ഏറ്റവും ഹൈ ലെവലിലായിട്ടുള്ള 8.7% വർദ്ധിച്ചതാണ് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ റൂറൽ കൺസ്യൂമേഴ്സിലാണ് കാര്യമായിട്ടുള്ള വർധനവ്. റൂറൽ ഏരിയയിൽ 8.75% വർദ്ധിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതേസമയത്ത് നമുക്ക് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും ഒരു ഗ്യാപ്പും വിസിബിൾ ആണെന്ന് ഓർത്തുക. റൂറൽ ഹൗസ് ഹോൾഡിൽ ഇൻഫ്ലേഷൻ 5.43% വർദ്ധിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അർബൻ ഹൗസ് ഹോൾഡിൽ നോക്കുമ്പോൾ ഇത് 4.11% കുറഞ്ഞിട്ടായിരുന്നു കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി മന്ത്ലി പ്രൈസ് ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഏകദേശം 0.5% വരെ സാധനങ്ങൾക്ക് മാർച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ വർദ്ധിച്ചതായിട്ടാണ് പ്രൈസ് റേഞ്ചിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആക്ച്വലി ഫുഡ് ഐറ്റംസ് നോക്കുവാണെങ്കിൽ അർബൻ ഏരിയയിൽ ഷാർപ്പായിട്ട് ഫുഡ് ഐറ്റംസിൻ്റെ വില വർദ്ധിച്ചതായിട്ട് കാണാൻ പറ്റും. 1.03% വില വർദ്ധിച്ചതായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതേസമയത്ത് റൂറൽ ഹൗസ് ഹോൾഡിലാണ്, റൂറൽ ഏരിയാസിലാണെങ്കിൽ ഫുഡ് ഐറ്റംസിൻ്റെ വില 0.59%, അതായത് 0.6% ഒരു വർധനവും കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.83 റേഞ്ചിലേക്ക് വന്നെങ്കിൽ പോലും ഫുഡ് ഇൻഫ്ലേഷൻ, ഭക്ഷണ സാധനങ്ങളുടെ വിലയിൽ കാര്യമായിട്ടുള്ള വർധനം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഓൾറെഡി RBI റിപ്പോ റേറ്റ് ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ 2024 കൂടിയിട്ട് 4.5% ഇൻഫ്ലേഷനെ എത്തിക്കണം എന്നുള്ള രീതിയിലാണ് RBI ടാർഗറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് 2023-24 കാലഘട്ടത്തിൽ 5.4% ആയിരുന്നു. അതിനെ 4.5 എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വരും മാസങ്ങളിൽ ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൽ ഈ ആവറേജ് ഇൻഫ്ലേഷൻ 4.9% ആയിരിക്കുമെന്ന് RBI കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഉള്ള 4.83 ഏകദേശം ആ റേഞ്ചിൽ തന്നെ 4.9 റേഞ്ചിൽ തന്നെ നിൽക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വർധനമാണ് നമുക്ക് വരും മാസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഓവറോൾ എക്കണോമിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഫുഡ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻഫ്ലേഷൻ റേഞ്ച് ഏകദേശം 4.85 കഴിഞ്ഞ മാസം ഉണ്ടായത് 4.83 മാറിയിട്ടുണ്ട്. അതായത് ഫുഡിന്റെ വില വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഓവറോൾ ഇൻഫ്ലേഷൻ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. 0.02 പോയിന്റ്സിന്റെ വ്യത്യാസം മാത്രമാണ്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഫുഡിന്റെ വില വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഫ്യൂവൽ ആയിക്കോട്ടെ, മറ്റ് സാധനങ്ങളായിക്കോട്ടെ, ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽസും മറ്റ് സാധനങ്ങൾ, ഹൗസിങ്ങും ക്ലോത്തിങ്ങും ഹെൽത്ത് കെയറിലും ഒക്കെ ഒരു ഇൻഫ്ലേഷൻ കുറവാണ്, അതായത് വില കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓവറോൾ ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആയി നിൽക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ വില വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യ നേപ്പാൾ റിലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ നേപ്പാൾ റിലേഷൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് ഡിലമയിലാണുള്ളത്, കുറച്ച് ഡൗട്ട്സിലാണുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് അതിനുള്ള സൊല്യൂഷൻസ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേപ്പാളിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ചും അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും നേപ്പാളിൽ അവിടെ രാജാഭരണത്തിൽ നിന്നും ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക് വന്നതാണ് ഭരണഘടനയൊക്കെ സ്ഥാപിച്ചുകൊണ്ട്. എങ്കിൽ പോലും അവിടെ വളരെയധികം കൺഫ്യൂഷൻസ് ഉള്ള, വളരെയധികം ക്ലാരിറ്റി കുറവുള്ള, ഒരുപാട് ചോദ്യങ്ങളിൽ വലഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 2015 അവരൊരു ഭരണഘടന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭരണഘടന കൊണ്ടുവന്നപ്പോൾ അത് അവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഭരണഘടന പ്രോപ്പർ ആണോ? അത് വളരെ വേഗത്തിൽ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും ഇല്ലാതെ കൊണ്ടുവന്ന ഒരു ഭരണഘടനയാണോ? അതുകൊണ്ടാണോ ഇന്ന് നേപ്പാൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്
കാരണം എന്നുള്ള ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേപ്പാൾ ഇന്ന് ഒരു സെക്യുലർ റിപ്പബ്ലിക് ആണ്. അതിനു മുന്നേ അതൊരു ഹിന്ദു ഐഡന്റിറ്റി പോലുള്ള രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഈ സെക്യുലർ റിപ്പബ്ലിക് നോംസ് അല്ലെങ്കിൽ സെക്യുലർ റിപ്പബ്ലിക് ഐഡിയ നേപ്പാളിന് സ്യൂട്ട് ആവുന്നില്ലേ? അതൊരു പ്രൈമറിലി ഹിന്ദു കൺട്രിയാണ്. സോ ഹിന്ദു എന്ന് പറയുന്ന റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ പണ്ട് രാജഭരണമായിരുന്നു, മൊണാർക്കി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഭരണഘടന ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. പക്ഷേ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വീക്കാണ് നേപ്പാളിന്റെ കേസ് നോക്കുമ്പോൾ. അപ്പോൾ മൊണാർക്കിയാണോ കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ പണ്ടത്തെ രാജഭരണത്തിനെയാണോ വീണ്ടും പോകേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈവൻ അവിടെ ഫെഡറലിസം പോലുള്ള ആശയങ്ങൾ വന്നു. നേപ്പാളിന്റെ യൂണിറ്റി എന്ന് പറയുന്ന അഖണ്ഡത എന്ന് പറയുന്ന വിഷയത്തിന് ഈ ഒരു ഫെഡറലിസം കൺസെപ്റ്റ് ഒരു വീക്ക് ചെയ്യുകയാണോ, നേപ്പാൾ തകർന്നു പോകാൻ സാധ്യതയുണ്ടോ? അതുപോലെ ഗവൺമെന്റിലുള്ള ഒരുപാട് കറപ്ഷൻസ്, മിസ്ഗവേണൻസ്, ഇതെല്ലാം തന്നെ കോവിഡിന് ശേഷം നേപ്പാളിന്റെ എക്കണോമിക് റിക്കവറിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നേപ്പാളിൽ ടോട്ടൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലേക്കാണ് ചൈന എൻട്രി ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ്, അവിടെ വന്ന ഗവൺമെന്റ് പ്രോ ചൈന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് എവിടെ വന്നിട്ടുള്ളത്, നേപ്പാളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ കോയലേഷൻ ഗവൺമെന്റ് വന്നതോടുകൂടി ചൈനയെ കൂടുതലായിട്ട് സ്വാഗതം ചെയ്യുകയും ഇന്ത്യയോടുള്ള ബന്ധത്തിൽ ചെറിയൊരു ഗ്യാപ്പ് ഇടുകയാണ് ചെയ്തത്. നേപ്പാളിന്റെ ഫോറിൻ മിനിസ്റ്റർ ചൈനയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓവർ ദ ഇന്ത്യ. അവർ സാധാരണ ഒരു മന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ അയൽ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കും. അപ്പോൾ സാധാരണ ഇന്ത്യയാണ് സാധാരണ ആദ്യം സന്ദർശിക്കുക. ഇന്ത്യയുടെ തൊട്ട് മുകളിലാണ് നേപ്പാൾ ഉള്ളതുകൊണ്ട്. പക്ഷേ അദ്ദേഹം ചൈനയാണ് ആദ്യം സന്ദർശിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നേപ്പാളിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ചും ഡെപ്റ്റ് കൺസേൺസ് ഉണ്ടെങ്കിൽ പോലും, ചൈന കൊടുക്കുന്ന പൈസയൊക്കെ പലിശ അടക്കം തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ പോലും ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി പോയി. അതുപോലെ തന്നെ ചൈനയും നേപ്പാളും ഒക്കെ മിലിറ്ററി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കും. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള നേപ്പാൾ ചൈനയുമായിട്ട് മിലിറ്ററി എൻഗേജ്മെന്റ് നടക്കുക, അവരുമായിട്ട് നല്ല ബന്ധം വെക്കുക പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ചേർന്നിട്ട് ചൈനയ്ക്ക് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു വഴിയായിട്ട്, അല്ലെങ്കിൽ ഒരു സൈഡിൽ ചൈനയുടെ പ്രസൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചൊരു ത്രെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വാഭാവികമായിട്ടും നേപ്പാളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു നേപ്പാളിന്റെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ഫോർ ലെഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ പറഞ്ഞ പോലെ ചൈനീസ് സപ്പോർട്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റൈസ് ഉണ്ട്. അതുപോലെ ഫോർ റൈറ്റ് ആയിട്ടുള്ള സോഴ്സസുകളുണ്ട്, അതായത് മൊണാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആൾക്കാരും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ക്ലാഷസ് ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ചൈനയാണ് അലൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൈനയെ അലൈൻ ചെയ്യുന്നത് മാത്രമല്ല ആൻറ്റി ഇന്ത്യ സ്ലോഗൻസും പ്രൊപ്പഗണ്ടയും ഒക്കെയാണ് പടരുന്നതായിട്ടുള്ളതും കൂടി ഓർത്തു. അതുപോലെ തന്നെ അവിടെ ഹിന്ദു മൊണാർക്കിക്ക് വേണ്ടി, രാജഭരണത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുന്ന ആൾക്കാരും ഉണ്ടെന്ന് ഓർത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആണ് നേപ്പാളിൽ നിലനിൽക്കുന്നതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ അവിടുത്തെ ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമായിട്ടുണ്ട്. ഒന്ന് അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ്. ഒരു ഗവൺമെന്റ് വന്നാൽ ഗവൺമെന്റിന് സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ കൊയലേഷൻ ഗവൺമെന്റ് അല്ലെങ്കിൽ കൂട്ടുപക്ഷി ഭരണങ്ങൾ അത് പെട്ടെന്ന് തകർന്നു പോവാണ്. അതുപോലെ തന്നെ നേപ്പാളിൽ ഫോറിൻ ഇന്റർഫറൻസ് വരുന്നതിന് കാരണമായി, ചൈനയുടെ ഇൻവോൾവ്മെന്റ് വരുന്നതിന് കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് 1990-കളിൽ പാകിസ്ഥാൻ നേപ്പാളീസ് ടെറിട്ടറി ഇന്ത്യക്കെതിരെ ടെററിസം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തൊക്കെ ഇന്ത്യ നേപ്പാളുമായിട്ട് സഹകരണത്തിലൂടെ പുറത്തേക്ക് വരുവാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നേപ്പാളിൽ ഈ ചൈനയുടെ ഇൻവോൾവ്മെന്റ് ആയിക്കോട്ടെ ഒക്കെ വർദ്ധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ന് നോക്കി നോക്കണം. വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് നേപ്പാൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നും നേപ്പാൾ അകന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം നേപ്പാളിന്റെ ഇന്റേണൽ ആയിട്ടുള്ള അഫയേഴ്സിൽ ഇന്ത്യ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അവർക്കുണ്ടായിരുന്നു. കാരണം നേപ്പാളിന്റെ കാര്യം നേപ്പാൾ നോക്കും, ഇന്ത്യക്കാർ ഇടപെടണ്ട എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇന്ത്യ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള വിഷയത്തിൽ അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതാണെങ്കിലും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, പക്ഷേ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യ നേപ്പാളിനെ സഹായിക്കാനായിട്ട് അവരെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. ഓൾറെഡി ഡെവലപ്മെന്റിന് വേണ്ടി കുറേ ഫണ്ടുകളും മറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഇപ്പോൾ ചൈനയെ പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ മികച്ച, ചൈന കൊടുക്കുന്നതിനേക്കാൾ മികച്ചതായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇന്ത്യ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നേപ്പാളി ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടി, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇന്ത്യ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട്. അതിനു വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഹെൽത്ത് കെയർ സെക്ടർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ,
മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ആയിക്കോട്ടെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള പ്രോജക്റ്റുകൾ, അത് ഡെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അതിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഹൈ ലെവൽ എൻഗേജ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്താം. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ക്രോസ് പാർട്ടി കൺസെൻസസ്, അതായത് വിവിധ പ്രൊജക്റ്റുകളിൽ ഇന്ത്യയിലെയും അവിടത്തെയും ഗവൺമെന്റുകൾ തമ്മിൽ, അവിടുത്തെ ഈ ഭരിക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള ഒരു അഭിപ്രായം, ഒരു ഏകകണ്ഠമായ അഭിപ്രായം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേപ്പാളിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഇക്വാലിറ്റി, അവരുടെ സോവറിനിറ്റിയുമായി ബന്ധപ്പെട്ടാണല്ലേ. കാരണം ഇന്ത്യയോട് അടുത്ത് നിൽക്കുവാണ്, ഇന്ത്യ അവരുടെ മേലെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നു, ഇന്ത്യ അവരുടെ താല്പര്യങ്ങൾ നേപ്പാളിൽ ചെയ്യിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നതെന്നാണ് കോമൺലി പറയാറുള്ളത്, ഡിപ്ലോമാറ്റിക് സ്റ്റൈലിൽ പറയാറുള്ളത്. അതായത് ഇന്ത്യ ഒരു വലിയ ഏട്ടൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന രീതി. അപ്പോൾ ആ ഒരു രീതി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഓരോ രാജ്യങ്ങളും, അവർ ചെറിയ രാജ്യങ്ങളാണെങ്കിൽ പോലും അവർ അവരുടേതായിട്ടുള്ള സോവറിനിറ്റിയെ, പരമാധികാരത്തെ ബഹുമാനിക്കുന്ന രാജ്യമാണ്. സോ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കൺസേൺസ് പറയാം, അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അവരുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനമെടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡാണ്. അത് ശരിയല്ല. അതുകൊണ്ടാണ് നേപ്പാൾ അകന്നു പോകാനുള്ള കാരണം. അപ്പോൾ ഇന്ത്യയുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള റിലേഷൻ ഇന്ന് വളരെ കോംപ്ലക്സ് ആയി മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഷയം മാത്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന് പ്രത്യേകിച്ചും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിനുള്ള എഫേർട്ടുകൾ എടുക്കണം. രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ഇന്ത്യക്ക് വളരെ ആവശ്യമാണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതായിട്ട്. ദിവസേന മലയാളത്തിലുള്ള ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ഇപ്പോൾ പ്രതിമാസം വെറും 159 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് ഐ AS ആപ്പ് വഴിയും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ കേൾക്കാവുന്നതാണ്.